ഏതൊരു സ്ത്രീക്കും വിലപ്പെട്ടത് തൻ്റെ മാനമാണ്. അവളെ തെറ്റായ അർത്ഥത്തിൽ നോക്കുന്നത് പോലും അവളിൽ എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കും. അങ്ങനെയുള്ളപ്പോൾ തന്നെ നശിപ്പിച്ചവൻ്റെ കൂടെ അവൻ തള്ളി നീക്കുന്ന ഓരോ ദിവസവും അവളുടെ വേദന അധികരിപ്പിക്കുകയല്ലേ, അവളെ മാനസികമായി തളർത്തുകയല്ലേ? അതെ, ഇതുവരെ ചെയ്യാത്ത തെറ്റിനാമി ശിക്ഷ അനുഭവിച്ചു. ഇനിയും അതിനനുവദിച്ചുകൂടാ. യദുവിൻ്റെ കൂടെ താൻ നിന്നാൽ ഇനിയും ആമിക്ക് വേദന മാത്രമേ ഉണ്ടാകൂ. ഉത്തമനോടുള്ള പക തീരാതെ അവൻ ഇനിയും ആമിയെ ഉപദ്രവിച്ച അവളുടെ ഉള്ളിലുള്ള കുഞ്ഞ് ഇല്ല. രവിവർമ്മയുടെ മനസ്സാകെ സംഘർഷത്തിലായി. എന്നാൽ അയാൾ ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. യദു, അദ്ദേഹത്തിൻ്റെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നതും ദേഷ്യത്തോടെ നിന്നിരുന്ന യാദവിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് പോയി. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ മകൻ മാധവൻ ഒരുപാട് വേദന സഹിച്ച് തകർന്നു തന്നെയാണ് മരിച്ചത്. കുട്ടിക്കാലത്ത് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം നിന്നെ നല്ല രീതിയിൽ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. അതും എനിക്കറിയാം. പക്ഷെ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് യദു. ഇതിനൊന്നിനും ആമിമോൾ ഉത്തരവാദിയല്ല. അവളുടെ അച്ഛനാണ് തെറ്റുകാരൻ. അതിന് നീ ഉത്തമനെ ശിക്ഷിച്ചതാണ്. നീ കാരണമാണ് ഉത്തമൻ ആത്മഹത്യ ചെയ്തത് പോലും. മതിയതു, നിന്റെ പകയെല്ലാം ഇവിടെ മതിയാക്ക്. ആമിമോൾ ആ ചതിയൻ്റെ മകളായി ജനിച്ചു എന്നൊരു തെറ്റേ ചെയ്തുള്ളൂ. അതിന് നീ അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. നീ പകയുടെ പേരിൽ ചെയ്തത് വലിയ പാപമാണ് യദു. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പെണ്ണിനെ ഏറ്റവും നൽകുന്ന വലിയ അപമാനവും വേദനയും അവളുടെ സമ്മതമില്ലാതെ അവളെ സ്പർശിക്കുന്നതാണ്. എന്നാൽ അതേ തെറ്റ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് ചെയ്യുമ്പോൾ ആ പെണ്ണെ ലോകത്ത് അവനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതിനോടൊപ്പം ആ ബന്ധത്തിലും വിള്ളൽ വീഴും. അവളുടെ മനസ്സിൽ വ്രണങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആ വ്രണങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാനും അവ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറ്റിയെടുക്കാനും കഴിയാതെ വരും. ആ മുറിവ് അവളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. അതിൽ നിന്നിനി അവൾക്കൊരു മോചനം ഉണ്ടാവുമോ? ഒരിക്കലെങ്കിലും നിന്നോട് പൊറുക്കാനും ക്ഷമിക്കാനും അവൾക്കിനി ഒരിക്കലും കഴിയില്ല. ഒരു നിമിഷം ആ വാക്കുകൾ യാദവിൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചകത്തേക്ക് പ്രവേശിച്ചു. അവൻ്റെ ഹൃദയത്തിൽ അവ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധത്തിൽ എഴുതി ചേർക്കപ്പെട്ടു. അതുവരെ ദേഷ്യം കൊണ്ട് വിറച്ചുന്ന യാദവ് മുത്തശ്ശൻ്റെ മുഖത്തേക്ക് പകപ്പോടെ നോക്കി. എന്നാൽ അവൻ്റെ മുഖത്തെ ഭാവമാറ്റം നിരീക്ഷിച്ചു നിന്ന അദ്ദേഹം അവനെ നോക്കി സംസാരിച്ചു തുടങ്ങി. ഇപ്പം നീ കാരണം ബാധിക്കപ്പെട്ട പെൺകുട്ടി മാത്രമല്ല ആമി. അവൾ നിന്റെ ഭാര്യയാണ്, നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. ഏതൊരു പെണ്ണും ഈ ലോകത്തെ ഏറ്റവും വെറുക്കുന്നത് അവളെ കടിച്ചു കീറി അവനെ ആയിരിക്കും. എന്നാൽ ആ പെണ്ണിന് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കേണ്ടി വന്നാൽ അവനോട് തോന്നുന്ന അതേ വെറുപ്പ് അവൾക്ക് ആ കുഞ്ഞിനോടും തോന്നും. അപ്പോൾ അവൻ്റെ കുഞ്ഞിനെ പൂർണ്ണ മനസ്സോടെ 10 മാസം ചുമയ്ക്കാനും വേദന സഹിച്ച് പ്രസവിക്കാനും അവൾക്ക് കഴിയുമോ? യാദവിൻ്റെ ഹൃദയത്തിലേക്ക് രവിവർമ്മ അടിച്ച രണ്ടാമത്തെ ആണിയായിരുന്നു അത്. ആ വാക്കുകൾ അവൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നത് രവിവർമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അത് അവൻ്റെ മുഖത്ത് നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും സംസാരിച്ചു തുടങ്ങി. പക്ഷേ ആമിമോൾ അവളുടെ കുഞ്ഞിനെ അത്രത്തോളം സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ ഇന്നും ജീവനോടെ ഉള്ളത് പോലും. ആ വാക്കുകൾ യാദവിൻ്റെ മുഖത്ത് ചെറിയ ആശ്വാസം വിതയ്ക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ നിന്ന് തന്നെ യാദവിൻ്റെ വീക്ക് പോയിന്റ് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ മാനസിക സംഘർഷങ്ങളും സന്തോഷവും വേദനയുമെല്ലാം അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെയും ബാധിക്കും. ഈ സമയത്ത് ആമിക്ക് ഏറ്റവും അരോചകവും അവൾ വെറുക്കുന്നതും നിന്റെ സാമീപ്യമാണ് യദു. നീ ഓരോ നിമിഷവും അവൾക്ക് നിന്നോടുള്ള വെറുപ്പ് കൂടും. ഗർഭിണിയുടെ മനസ്സ് പോലെ ആയിരിക്കും അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിൻ്റെ മനസ്സും. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു മനസ്സായിരിക്കും. അവളുടെ ഉള്ളിൽ ഈ സമയത്ത് നിന്നോട് നിറയുന്ന വെറുപ്പ് അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിലേക്കും പകരും. ഒരു നിമിഷം യാദവ് മുത്തശ്ശനെ തല ഉയർത്തി നോക്കി. അവൻ്റെ കണ്ണുകളിൽ പടരുന്ന വേദനയിൽ നിന്ന് തന്നെ അവൻ്റെ ജീവിതത്തിൽ ആ കുഞ്ഞിന് അവൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മുത്തശ്ശന് മനസ്സിലായി. അവൻ്റെ കണ്ണുകളിൽ ചെറുതായി നീര് പൊടിഞ്ഞതും അവിശ്വസനീയതയോടെ മുത്തശ്ശൻ അവനെ വീണ്ടും നോക്കി നിന്നു. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ടിട്ടില്ല. മുഖത്ത് ഗൗരവമല്ലാതെ മറ്റൊരു ഭാവവും വിരിയുകയുമില്ല. എന്നാൽ ഇപ്പോൾ ആമി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ ആരും കാണാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ചില മാറ്റങ്ങൾ. അവൻ്റെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. നിന്റെ മനസ്സിൽ നിന്റെ കുഞ്ഞിന് വലിയ സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം യദു. അതുപോലെ ആമിയോടും അവളുടെ അച്ഛനോടുമുള്ള പക
നിനക്ക് നിന്റെ രക്തത്തിനോടില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതിന് ഒന്നനുസരിക്ക്. നിന്റെ വാശിക്ക് വേണ്ടി ആമിമോളെ നീ ഇപ്പോൾ കൊണ്ടുപോയാൽ അത് അവളെ മാനസികമായി അല്ല ആകെ ബാധിക്കും. അത് അവളെ മാത്രമല്ല നിന്റെ കുഞ്ഞിനെ ആയിരിക്കും കൂടുതൽ ബാധിക്കുന്നത്. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ ചിലപ്പോൾ അമ്മയുടെ കുഞ്ഞിൻ്റെയും ജീവന് പോലും ഭീഷണിയായേക്കാം. നോ! നിമിഷനേരം കൊണ്ട് യാദവിൻ്റെ അലർച്ച അവിടെ ഉയർന്നു. അതുവരെ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിന്ന യാദവ് മുത്തശ്ശൻ്റെ ആ വെളിപ്പെടുത്തലിൽ പൊട്ടിത്തെറിച്ചു. എന്നാൽ അത് മതിയായിരുന്നു മുത്തശ്ശനെ. ആരും കാണാതെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. നീ ഒച്ചവെക്കാൻ വേണ്ടി പറയുന്നതല്ല യദു, എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ്. കുഞ്ഞ് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത് പോലും നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നാളെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത്, ആമിമോൾക്ക് നല്ല സംരക്ഷണവും സപ്പോർട്ടും വേണം. അത് അവൾക്ക് ഇവിടെ നിന്ന് മാത്രമേ കിട്ടൂ. അത് പകർന്നു കൊടുക്കാൻ ഇവിടെ 3 അമ്മമാരും ഒരു മുത്തശ്ശിയുമുണ്ട്. അതുകൊണ്ട് നിന്റെ വാശി നീ മാറ്റിവെക്ക്. എന്നിട്ട് നിന്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിക്ക്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രവിവർമ്മ അത്രയും പറയുമ്പോൾ അവൻ്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് ചെറിയ സംശയം പോലും ഉണ്ടായിരുന്നില്ല. യാദവ് കുറച്ചു നേരം കണ്ണുകൾ അടച്ചു നിന്നു. നിമിഷ നേരം കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ കീറി മുറിച്ച് പരിശോധിച്ചു. ആമി ഗർഭിണിയാണ് എന്നറിഞ്ഞത് മുതൽ ഈ നിമിഷം വരെ അവൻ്റെ മനസ്സിനെയും ചിന്തകളെയും ഭരിക്കുന്നത് ആ കുഞ്ഞു ജീവനാണ്. ഓരോ നിമിഷവും അവൻ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയിലാണ്. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം പോലും അവൻ ചിന്തിക്കാൻ കഴിയില്ല. മുത്തശ്ശൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ അവളുടെ സന്തോഷവും അവൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കരുതലുമാണ് ഇപ്പോൾ പ്രധാനം. അല്ലെങ്കിൽ അത് തൻ്റെ കുഞ്ഞിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുന്ന യാദവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മുത്തശ്ശൻ. എന്നാൽ അവൻ ആരെയും നോക്കാതെ സോഫയിൽ കിടക്കുന്ന ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം പതിയെ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് നേരെ പടികൾ കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. ഒരു നിമിഷം അവൻ പോകുന്ന വഴിയെ രവിവർമ്മയും ജിതനും നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ യാദവിനെ തന്നെ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. എന്തിനു വേണ്ടിയും ആർക്ക് മുൻപിലും തൻ്റെ തീരുമാനങ്ങൾ മാറ്റാത്തവനാണ് യാദവ്. അവനെപ്പോഴും അവൻ്റെ തീരുമാനങ്ങളാണ്. അതിൽ ആരുടെ അഭിപ്രായം പറയുന്നത് പോലും അവന് ഇഷ്ടമല്ല എന്നവർ ഉറപ്പിച്ചു വിശ്വസിച്ചു. എന്നാൽ ഈ സമയം ആമിയുമായി യാദവ് തൻ്റെ മുറിയിലേക്ക് പോയി. അവളെ തൻ്റെ ബെഡിൽ ശ്രദ്ധിച്ചു കിടത്തിയതിനു ശേഷം അവൻ തന്നെ പുതച്ചു കൊടുത്തു. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴും യാദവിനെ കാണാതെ അവിടെ തന്നെ ഇരിക്കുവാണ് മുത്തശ്ശനും ജിതനും. കുറച്ചു സമയത്തിനു ശേഷം പടികൾ ഇറങ്ങി വരുന്ന യാദവിനെ കണ്ടതും അവർ അവനടുത്തേക്ക് പോയി. എന്നാൽ അവരെ നോക്കാതെ യാദവ് സംസാരിച്ചു തുടങ്ങി. ഞാൻ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഇനി അടുത്ത മാസമേ തിരിച്ചു വരൂ. അതുവരെ ഞാൻ അവളുടെ മുൻപിൽ പോലും വരില്ല. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. ഞാനിപ്പോൾ അവളിൽ നിന്നും അകന്നു നിൽക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ്. എൻ്റെ സാമീപ്യം എൻ്റെ കുഞ്ഞിനെ ദോഷം ചെയ്യുമെങ്കിൽ തൽക്കാലത്തേക്ക് ഞാൻ മാറി നിൽക്കുന്നു. തൽക്കാലത്തേക്ക് മാത്രം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആർക്കും മുഖം പോലും കൊടുക്കാതെ യാദവ് തൻ്റെ കാറിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പോയി. നിമിഷ നേരം കൊണ്ട് ആ കാറ് കാളിയാർ മഠം കടന്ന് പുറത്തേക്കും പോയി. തലയിൽ കൈവച്ചുകൊണ്ട് ജിതൻ സോഫയിലേക്കിരുന്നു. സത്യത്തിൽ ഇവിടെ എന്തൊക്കെയാച്ചാ നടക്കുന്നത്? യദുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് ആകെ കൺഫ്യൂഷൻ. കുറച്ചു മുൻപ് ആമിമോളെ കൊണ്ട് അവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ജീവൻ പോയതാ. അപ്പോഴത്തെ വാശിക്ക് അവൻ അവളെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ പിന്നെ വീണ്ടും ആമിമോളുടെ കണ്ണുനീരിന് അത് കാരണക്കാരനാകുമായിരുന്നു. എന്നാൽ കുഞ്ഞിൻ്റെ കാര്യം അതിലേക്ക് എടുത്തിട്ടപ്പോൾ അവൻ നിമിഷ നേരം കൊണ്ട് തൻ്റെ തീരുമാനം മാറ്റിയില്ലേ? എന്നാൽ ജിതനെ നോക്കിക്കൊണ്ട് രവിവർമ്മ സംസാരിച്ചു തുടങ്ങി. ആമിമോളുടെ ഉള്ളിലുള്ള കുഞ്ഞ്, അതാണ് ഈ ലോകത്ത് യദുവിനെ ഏറ്റവും ബലഹീനനാക്കുന്നത്. ആ കുഞ്ഞിനെ അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ ആ കുഞ്ഞിന് വലിയൊരു സ്ഥാനമുണ്ട്. ഇനി യദുവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒന്ന് നിർത്തിക്കൊണ്ട് രവിവർമ്മ ചെയറിലേക്കിരുന്നു. എന്താ അച്ഛാ? എല്ലാത്തിനേക്കാൾ മുൻപ് യദുവിൻ്റെ മനസ്സിൽ ആമിമോൾക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയണം. അത് പറഞ്ഞുകൊണ്ട് രവിവർമ്മ ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കൂടെ ഹാളിൽ തന്നെ ഇരുന്നതിനു ശേഷം ജിതനും തൻ്റെ മുറിയിലേക്ക് പോയി. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവരുടെ മനസ്സ് നിറയെ ആമിയും യാദവും അവരുടെ കുഞ്ഞുമായിരുന്നു. രാത്രി തൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയതും യാദവ് നേരെ പോയത് തൻ്റെ മുറിയിലേക്കായിരുന്നു. അവൻ്റെ തന്നെ ഒരു വലിയ ലക്ഷറി ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ ഓരോ മുക്കും മൂലയും ആർഭാടം വിളിച്ചോതുന്നതായിരുന്നു. ആ ഫ്ലാറ്റിലെ തന്നെ ഏറ്റവും വലിയ മുറി അത് യാദവിൻ്റേതാണ്.
ആ മുറിയോട് ചേർന്ന് ഒരു വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ബാറും. ഒന്നും ചിന്തിക്കാതെ തൻ്റെ ബ്ലേസർ മാത്രം ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റിയവൻ ആ പൂളിലേക്ക് എടുത്തു ചാടിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾ ആ പൂളിലെ വെള്ളത്തിനിടയിൽ അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു, ആമി, പിന്നെ അവരുടെ കുഞ്ഞും. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ പൂളിൽ നിന്ന് ഉയർന്നു വന്നതിന് ശേഷം വോഡ്കയുടെ ഒരു ബോട്ടിലെടുത്ത് ചുണ്ടോടി ചേർത്ത് ആ നനവോടെ അവൻ നിലത്ത് ഫ്ലോറിലേക്ക് കിടന്നു. പൂളിലെ വെള്ളത്തിൻ്റെ തണുപ്പും തറയിലെ മാർബിളിൻ്റെ തണുപ്പും അവൻ്റെ കാരരുമ്പിൻ്റെ കരുത്തുള്ള മനസ്സിലെ എരിയുന്ന അഗ്നിയെ കെടുത്താൻ കെൽപ്പുള്ളതായിരുന്നില്ല. പതിയെ ആ തണുപ്പിൽ കിടന്ന മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. സൂര്യനിറങ്ങൾ കണ്ണിൽ പതിച്ചപ്പോൾ പതിയെ ആമി തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നതിന് ശേഷമാണ് തലേന്ന് താൻ കിടന്ന മുറിയിലല്ല ഇപ്പോൾ കിടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത്. ചുറ്റും നോക്കിയതും അത് യാദവിൻ്റെ മുറിയാണ് എന്നറിഞ്ഞതും അറിയാതെ അവളിൽ ഒരു ഞെട്ടലുണ്ടായി. ആ മുറി മുഴുവൻ അവളുടെ കണ്ണുകൾ സഞ്ചരിക്കുമ്പോൾ യാദവ് ആ മുറിയിൽ ഉണ്ടാവരുതേ എന്നായിരുന്നു അവളുടെ ഉള്ളു നിറയെ. പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ ആ മുറിയെല്ലാം യാദവിനെ തിരഞ്ഞിട്ടും അവനെ കാണാതായതും അവളിൽ ആശ്വാസം നിറഞ്ഞു. പിന്നെ അധികം ചിന്തിച്ചു നിൽക്കാതെ ബാത്റൂമിൽ പോയി പല്ല് തേച്ചൊന്ന് ഫ്രഷായി അവൾ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ആമിയെ തിരിഞ്ഞ് മുറിയിൽ ലച്ചു എത്തിയിരുന്നു. അവളുടെ കയ്യിൽ ആമിക്കുള്ള ചായയും ഉണ്ടായിരുന്നു. ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ആമിയുടെ അടുത്തേക്ക് പോയി. വായ ഏട്ടത്തി, നമുക്ക് ചായ കുടിക്കാം, എന്നിട്ട് അമ്പലത്തിൽ പോകാം. അമ്മയും വല്യമ്മയും ചെറിയമ്മയും ഒക്കെ ഏട്ടത്തിയെ കാത്തു നിൽക്കുക. തന്നെ നോക്കി പ്രതീക്ഷയോടെ വിളിക്കുന്ന ലച്ചുവിനെ ആമി ഒന്ന് നോക്കി. പിന്നെ അവളെ നോക്കി ഒന്ന് ചിരിച്ച് സമ്മതമെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിലും അമ്പലത്തിൽ ഒന്ന് പോകണമെന്ന് അവൾക്കും ഉണ്ടായിരുന്നു. മനസ്സിലെ സംഘർഷങ്ങളെല്ലാം ഭഗവാന് മുൻപിൽ ഇറക്കി വെക്കണമെന്ന് തോന്നി അവൾക്ക്. ലച്ചു കൊണ്ടുവന്ന് വെച്ച കപ്പിൽ നിന്ന് കുറച്ച് ചായ എടുത്ത് കുടിച്ചു ആമി. അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് ലച്ചു പറഞ്ഞെങ്കിലും തനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആമി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് കറുപ്പ് കരയുള്ള ഒരു സെറ്റ് സാരി ഉടുത്തൊരു ചെറിയ കറുത്ത പൊട്ടു മാത്രം വെച്ച് ഒന്ന് കണ്ണുപോലും എഴുതാതെ പുറത്തേക്ക് വരുന്ന ആമിയെ കണ്ടതും ലച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു. മുടിക്കുളിർ പിന്നലിട്ട് പുറത്തേക്ക് വരുന്ന ആമിയെ കണ്ടതും ലച്ചു ഓടി അവളുടെ അടുത്തേക്ക് പോയി. ഏട്ടത്തി എന്തൊരു സുന്ദരിയാ, ഞാൻ നോക്കി പെയിന്റ് പാട്ടയ്ക്കകത്ത് തലയിട്ടിട്ടും ഏട്ടത്തിയുടെ 7 അയലത്ത് എത്താത്തതുപോലെ. തന്നെ നോക്കി പറയുന്ന ലച്ചുവിനെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും താഴേക്കിറങ്ങി. അപ്പോഴേക്കും ഹാളിൽ മുത്തശ്ശി ഉൾപ്പെടെയുള്ള സ്ത്രീകളെല്ലാം അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. പടികൾ ഇറങ്ങി വരുന്ന ആമിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞതും അവരുടെ മുഖത്ത് സന്തോഷവും അതിനോടൊപ്പം വേദനയും നിറഞ്ഞു. എന്നാൽ മുത്തശ്ശിയുടെ കണ്ണുകൾ സഞ്ചരിച്ചത് ഒഴിഞ്ഞു കിടക്കുന്ന അവളുടെ നെറ്റിയിലേക്കായിരുന്നു. സുമംഗലികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതാണ് അവരുടെ സീമന്തരേഖയിലെ സിന്ദൂരം. ഭർത്താക്കന്മാരുടെ ആയുസ്സിനു വേണ്ടി ഓരോ ഭാര്യയും പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥനയോടെ നെറ്റിയിൽ ചാർത്തുന്നത്. ഭാര്യ സിന്ദൂരം തൊട്ടില്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവൻ ആപത്താണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതുകൊണ്ടാകാം ആമിയുടെ ഒഴിഞ്ഞ നെറ്റി അവരെ വേദനിപ്പിച്ചത്. എന്നാൽ തൻ്റെ കൊച്ചുമകനു വേണ്ടി അവൻ്റെ ആയുസ്സിനു വേണ്ടി അവളോട് സിന്ദൂരം ചാർത്താൻ പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. മനസ്സ് നിറഞ്ഞ് അവനു വേണ്ടി പ്രാർത്ഥിക്കാനും അവനു വേണ്ടി സിന്ദൂരം ചാർത്താനും അവൾക്ക് കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അവരുടെ അടുത്തേക്ക് ആമി നടന്നെത്തിയതും ആവണി ചെറിയമ്മ അവളുടെ അടുത്തേക്ക് പോയി. ആ നിമിഷം ഇന്നലെ നിലത്തിരുന്ന പൊട്ടിക്കരഞ്ഞ ആമിയുടെ മുഖമായിരുന്നു അവരുടെ മനസ്സ് നിറയെ. അവളോട് സഹതാപത്തേക്കാൾ കൂടുതൽ വല്ലാത്തൊരു വാത്സല്യം വന്ന് നിറഞ്ഞു അവരിൽ. വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകളിൽ പിടിച്ചിരുന്നു ആവണി ചെറിയമ്മ. വാ മോളെ, നമുക്കിറങ്ങാം. അവളുടെ കൈ പിടിച്ച് മുൻപോട്ട് നടക്കുമ്പോൾ തന്നെയാണ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി മറ്റുള്ളവരും താഴേക്ക് ഇറങ്ങിയത്. അർജുനും ദീപക്കും ദീപനും നവീനുമുണ്ട്. തിരക്കിട്ട് പടികൾ ഇറങ്ങി വരുന്നവരിൽ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുന്നവരെ കണ്ടതും അവിടെ തന്നെ നിന്നു. പിന്നെ ആമിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അർജുൻ വിളിച്ചു പറഞ്ഞു, ഏട്ടത്തി വന്നിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. ഇനി ലേറ്റായാലേ ഏട്ടത്തിയുടെ ഭർത്തു ഞങ്ങളെ പിടിച്ച് പുറത്താക്കും. അത് പറഞ്ഞുകൊണ്ട് 4 പേരും ഓഫീസിലേക്ക് പോയി. ചെറിയച്ഛന്മാരിന്ന് നേരത്തെ പോയിരുന്നു. വാ മോളെ, ഇനിയും നിന്ന് സമയമാക്കണ്ട, നമുക്കിറങ്ങാം. അവളെ ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സേവ്യർ കാറുമായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറിയതും സേവ്യർ തൻ്റെ ഫോണെടുത്ത് ബോസ് എന്ന സേവ് ചെയ്ത നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അവർ കാറിനകത്തേക്ക് കയറിയതും സേവ്യർ പതിയെ കാറ് മുന്നോട്ടെടുത്തു. എന്നാൽ സൈഡ് മിററിലൂടെ സേവ്യറിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ലച്ചു. തൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ അവനെ നോക്കുന്നത് നിയന്ത്രിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു.
കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവളുടെ മനസ്സിലിടം നേടിയവനാണ് സേവ്യർ. എന്നാൽ ആ പ്രണയം തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ അവൾക്ക് അനുവാദമില്ല. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കാളിയാർ മഠത്തിന്റെ കുടുംബക്ഷേത്രത്തിന് മുൻപിൽ സേവ്യർ കാറ് നിർത്തിയതും അതിൽ നിന്ന് എല്ലാവരും പുറത്തേക്കിറങ്ങി. എന്നാൽ അവരെ തന്നെ നോക്കിക്കൊണ്ട് മറഞ്ഞു നിന്ന ആള് പതിയെ പുറത്തേക്ക് വന്നു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് അതിലുള്ള ഫോട്ടോയിലേക്ക് നോക്കി. അതിൽ തെളിഞ്ഞു കാണുന്ന യാദവിൻ്റെയും ആമിയുടെയും വിവാഹ ഫോട്ടോയിലൂടെ അയാളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. കഴിഞ്ഞ ദിവസത്തെ വിവാഹ ചടങ്ങിന് ശേഷം ഛർദ്ദിച്ചു തളർന്ന ആമിയെ തന്നോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന യാദവായിരുന്നു ആ ചിത്രത്തിൽ. അതിലൊന്ന് നോക്കിയ ശേഷം മുത്തശ്ശിയോടൊപ്പം പടികൾ കയറി അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന ആമിയിലേക്ക് അയാളുടെ ശ്രദ്ധ പോയി. പിന്നെ ആ കണ്ണുകൾ ക്രൂരമായൊന്ന് തിളങ്ങി.